ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയാണ് കൂന്തൽ കറി ഉണ്ടാക്കുക എന്നാണ്. കൂന്തൽ കറി, അതായത് കണവക്കറി. അന്നേരം നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, നമ്മൾ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടാം. ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഒക്കെ കൂട്ടി അരച്ച ഒരു പേസ്റ്റാണ്. നമ്മളിത് ഇളക്കാൻ പോവാണ്. ഓക്കെ, പിന്നെ കുറച്ചുകൂടി ഇട്ടേക്ക് കറിവേപ്പില. ഓക്കെ, ഇനി നമ്മൾ തക്കാളി ഇടാൻ പോവാണ്. നമ്മൾ കൂന്തൽ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കൂന്തൽ കറി എന്ന് വെച്ചാൽ കണവക്കറി. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ്. കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ചുകൂടി ഇട്ടു മുളക് പൊടി. ഇത് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇടാൻ പോവുകയാണ്. അതിട്ടു. ഓക്കെ, നമുക്ക് കുറച്ച് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് മൂത്ത് വരണം, അതായത് പച്ചമണമൊക്കെ പോയി വരണം. തക്കാളിൻ്റെയും അങ്ങനത്തെ പച്ചക്കറികളൊക്കെ. നമ്മൾക്ക് അടച്ച് വെക്കാം. ഇനി നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ കണവ ഇടാൻ പോവുകയാണ്. കണവ ഇട്ടു, നമ്മൾ അടച്ച് വെച്ചു. നമ്മൾ കുറച്ച് ഇടുകയാണ്, പെട്ടെന്ന് തന്നെ ഇടുകയാണ്. നമ്മളെല്ലാ കണവയും ഇട്ടു. ഇനി നമുക്ക് ഇളക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ, ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പം കുറച്ച് ഉപ്പിടാൻ പോവുകയാണ്. ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മൾക്ക് കൂന്തൽ കറി, അതായത് കണവക്കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം, അതായത് കൂന്തൽ കറിക്ക് ആവശ്യമുള്ളത് കറിയാണ് കേട്ടോ. നമ്മൾ മൂടി വെക്കാൻ പോവുകയാണ്. നമ്മൾക്കിത് വെന്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ കൂന്തൽ കറി കുറച്ച് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരമായി, 1-2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് വെന്തിട്ട് കാണാം. അങ്ങനെ നമ്മളെ കറി വെന്തിരിക്കുകയാണ്. കറി ആയി. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ കഴിക്കാൻ പോവാണ്. ഞാൻ കഴിക്കാൻ പോവാണ്. രസമുണ്ട്, വെന്തിട്ടുമുണ്ട്. നല്ലോണം മഞ്ഞളും മുളകും എല്ലാം പിടിച്ചിട്ടുമുണ്ട്. നല്ല രസമുണ്ട്. നിങ്ങളെന്തായത് വീട്ടിൽ നോക്കി നോക്കുക, അതായത് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല രസമുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അന്നേരം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അന്നേരം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ ബൈ.